بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين വാഴ്ത്തപ്പെടുന്ന എല്ലാവരുടെ മാർഗത്തിൽ ഓരോ നിമിഷവും മുന്നേറാനുള്ള നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ സംഗീതവും ആത്മാവിന്റെ ചോദനയും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അൻപതാമത്തെ സൂറത്ത് സൂറത്തുൽ ഖാഫ് അതാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിക്കപ്പെട്ടത്. മക്ക സൂറത്തുകളുടെ പൊതുവെയുള്ള രീതി പോലെ ഈ സൂറത്തിൽ നമ്മുടെ വിശ്വാസത്തെ ചേതോഹരമാക്കാൻ, ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ അല്ലാഹു നമുക്ക് നൽകിയതായ നിഅമത്തുകളെ കുറിച്ച് പേർത്തും നമ്മൾ ഓർമ്മിപ്പിക്കാനുമാണ് ഈ സൂറത്തിന്റെ ശ്രമം. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശുദ്ധയായ കാര്യങ്ങളെ കുറിച്ചല്ല മക്ക സൂറത്തുകളിൽ കാര്യമായിട്ട് പറയാറുണ്ട്. നമ്മുടെ മസ്തലകളെ കുറിച്ചും നമ്മുടെ ദീനീപരമായ അമലുകളെ കുറിച്ചുമല്ല ഇത്തരം അധ്യായങ്ങളിൽ കൂടുതൽ, മറിച്ച് ആഖിറത്തിനെ കുറിച്ച് നമ്മളെ ബോധിപ്പിക്കാനും അന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ ഖുർആനിന്റെ ആളുകൾ പഠിച്ചെടുപ്പിക്കാനുമാണ് ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ ഈ സൂറത്തുകളുടെ സ്വാഭാവികമായ രീതി എങ്ങനെയാണ്. നമ്മുടെ ആധികാര അവിടുത്തെ തന്നെ അങ്ങനെ അവിടത്തേക്ക് 40-ാം വയസ്സിൽ ബോധ്യപ്പെട്ടി 52-ാമത്തെ വയസ്സിൽ മിഅ്റാജ് നടക്കുമ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലായ നിസ്കാരം നിർബന്ധം. ബോധ്യം കിട്ടി 12 വർഷക്കാലം അവിടത്തേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം പോലും നിർബന്ധമായിട്ടില്ല. പിന്നെ അഭിപ്രായം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷം മാത്രമാണ് ജീവിച്ചത്. അതേ വിശ്വാസത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. അമല് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ പോലും ഏറ്റവും ശ്രേഷ്ഠമായ അമലാകുന്ന നിസ്കാരം തന്നെയും അനുഭവത്തിൽ ലഭിച്ച് 12 വർഷം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിധം വിശ്വാസത്തെ ക്ലിയറാക്കാൻ, വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകൾ, പ്രത്യേകിച്ച് ഈ ഖുർആനിന്റെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുള്ള ചെറിയ ചെറിയ അധ്യായങ്ങളുടെ ശ്രമം. 45 ആയത്തുകളാണ് ഇതിലുള്ളത്. അഭിമാനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സദസ്സുകളിലും വലിയ സദസ്സുകളിലുമൊക്കെ ഇത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ കൂടുന്നിടത്തൊക്കെ ഇത് പാരായണം ചെയ്യുന്നത്? പണ്ഡിതന്മാർ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ അധ്യായത്തിൽ പറയുന്ന പ്രമേയങ്ങൾ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ പറയുന്ന പ്രമേയങ്ങൾ അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. ആദ്യമായി പരിശുദ്ധ ഖുർആനിനെ തന്നെ സത്യം പിടിച്ച് ഒരു വലിയ സംഭവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. പിന്നീട് അല്ലാഹു നമുക്ക് നൽകിയ ഭൗതികമായ പ്രകൃതിപരമായ നിയമങ്ങളെ കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കും. അതും കഴിഞ്ഞ് ഈ ജീവിതത്തിന്റെ ഒരു അവസാനമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുൻധാരണയും ഉപമയുമില്ലാതെ മനുഷ്യനെ ഈ ബ്രഹ്മാണ്ടത്തെയും പഠിച്ചവൻ ഇതെല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷം ഇപ്രകാരം ഒന്നുകൂടെ പുനർസൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി തീരെ പ്രയാസകരമല്ലെന്നും അങ്ങനെയാണല്ലോ മനുഷ്യനെ പടക്കുന്നത്, ഭൂമിയെ പടക്കുന്നത്. ഓരോ മനുഷ്യനെ ഭൂമിയെ കണ്ടിട്ടല്ല, അതിന് പ്രത്യേകമായ പ്ലാൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്രത്യേകമായ രൂപം ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ നിന്ന് അനുകരണം നടത്തിയിട്ടല്ല.
തീർത്തും ശൂന്യതയിൽ നിന്ന് ഈ വലിയ അത്ഭുതങ്ങളൊക്കെ പെടുത്തറത്തതായത് ഇതൊക്കെ ഒന്നങ്ങോട്ട് പൊടിഞ്ഞ് പച്ച ദ്രവിച്ചു പോയതിന് ശേഷം ഒന്നുകൂടെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് തീരെ പ്രയാസകരമല്ല. കാരണം ശൂന്യതയിൽ നിന്ന് സമ്പൂർണമായ ഇല്ലായ്മയിൽ നിന്ന് ഇതിനൊക്കെ പടക്കുകയാണ് ഏറ്റവും കൂടുതൽ പണി. അതിനേക്കാൾ ലളിതമാണ് ഈ ഒരു പുനഃസൃഷ്ടി നടത്തുക എന്ന് പറഞ്ഞത്. മധ്യകാലഘട്ടം മുതൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ദഅവത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ അവർ നേരിട്ട് വലിയ പ്രതിസന്ധിയായിരുന്നു യുക്തിവാദം. അകർത്തനെ നിഷേധിക്കുന്ന ആളുകൾ, പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകൾ, ഈ ജീവിതത്തിന്റെ സാരസമ്പൂർണതയെ നിഷേധിക്കുക. അതേ പ്രശ്നം മക്ക കാലഘട്ടത്തിലും മദീന കാലഘട്ടത്തിലും അഭിപ്രായം അതുകൊണ്ടാണ് ഇതൊരു വല്ലാത്ത സംഗതിയല്ലേ എന്ന് അവർ പരിഹാസ രൂപേണ ആക്ഷേപ രൂപേണ എല്ലാവരും മരിച്ചു. മരിച്ച് എല്ലാവരും എല്ലുകളും ദ്രവിച്ച് പോയ കുറെ അല്ലെ മണ്ണിന്റെ അംശങ്ങളുമായി തീർന്നതിന് ശേഷം പിന്നെയും അതൊന്നും തെറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സ്വന്തം തന്നെ എന്ന് അവർ പരിഹാസ രൂപേണ ഒരാക്ഷേപം ഉന്നയിച്ചു. അതിനുള്ള മറുപടി കൂടെ പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹുവിന്റെ വലിയ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്നതിന്റെ രീതികളെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കാറുണ്ടാകുന്ന അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പൂർവികരാകുന്ന അതിവമ്പന്മാരും ഭീകരന്മാരും ഭീമാകാരന്മാരുമാകുന്ന ആദ്യ സമൂഹത്തെ, ഇറമു സമൂഹത്തെ, അതേപ്രകാരം സമൂഹത്തിനെ, അതേപ്രകാരം ഐക്യത്തിന്റെ അവരുകാരെ അസാബുറത്തിനെയൊക്കെ ഉദാഹരിച്ചിട്ട് ഇവർക്കൊക്കെ സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ വമ്പന്മാർ, അതിവമ്പന്മാർ, ഇവരൊക്കെ പ്രവാചകന്മാരെ നിഷേധിച്ചു. അതുകൊണ്ട് അവർക്ക് നിർബന്ധമായും അള്ളാഹു വാഗ്ദാനം ചെയ്ത ഉച്ചാരിക്കുകയും നേരിടേണ്ടി വന്നു. ഈ കാര്യം കൂടെ നമ്മളെ സൂചിപ്പിച്ചിട്ടാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകമായ സന്തോഷത്തിലേക്ക് നിത്യമായി നിങ്ങൾ വസിക്കാനുള്ള സ്വർഗത്തിലേക്ക് സന്തോഷപൂർവ്വം പ്രവേശിക്കുക എന്നാണ് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന വല്ലാത്ത സുവിശേഷത്തെ സ്വഭാവം. അതിന്റെ ഇടയ്ക്ക് ഓരോ വ്യക്തിയും നേരിടേണ്ട അനിവാര്യമായ ഒരു യാഥാർത്ഥ്യം മരണം. ആ മരണത്തെ കുറിച്ച് കൊണ്ടാണ് ഈ അധ്യായത്തിൽ എന്നല്ല കുറേയേറെ മറ്റു ഭാഗങ്ങളിൽ ഇല്ലാത്ത വിധം ഈ അധ്യായത്തിൽ അല്ലാഹു മരണവുമായി മരിക്കുന്ന സമയത്തുണ്ടാകുന്ന ചില പ്രത്യേക സംഗതികൾ, മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യവും രേഖപ്പെടുത്താൻ അള്ളാഹു ഏൽപ്പിച്ച പ്രത്യേകമായ മലക്കുകളെ കുറിച്ച് പറഞ്ഞു. ആ മലക്കുകൾ ഷാഹിദും ഷഹീദുമായി, സായിഫും ഷഹീദുമായി അല്ലെ, ഈ മനുഷ്യനെ തെളിച്ചുകൊണ്ടുപോകാൻ ഒരു മലക്കുണ്ടാവും. ആ മലക്കിനോടൊപ്പം ഈ മനുഷ്യന്റെ കർമ്മപുസ്തകങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ഇയാളുടെ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു മലക്കുണ്ടാവും. ഈ മലക്കുകൾ ഈ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ദുഷ്കർമ്മിയായിരുന്നുവെങ്കിൽ, മതനിഷേധിയായിരുന്നെങ്കിൽ അയാൾക്ക് ആ പോക്കിൽ നിന്ന് തന്നെ അയാളുടെ പരിണതിയെ ബോധം കിട്ടും. അയാൾ പറയും വല്ലാത്ത തീവ്രമാണ് നിങ്ങളുടെ പ്രവർത്തനം, ഭയങ്കരമായി ഇടങ്ങേറാക്കാൻ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അതുകൊണ്ട് എനിക്കൊരു ഇത്തിരി ഒരു സോഫ്റ്റായിട്ട് ഇടപെടണം, നിങ്ങൾ എന്നോട് കുറച്ചൊരു ലാളിത്യം കാണിക്കണം, ഈ ഭീകരതൊന്നും മാറ്റണം, നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ബേജാറൊപ്പിച്ചു പോകണം എന്നൊക്കെ അവർ പറയുമ്പോ മലാക്കന്മാർ പറയും ഞങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ പറ്റില്ല, ഞങ്ങൾക്കിതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. നിങ്ങൾ ഈ ഒരു യാത്രയെ കുറിച്ച് അശ്രദ്ധയായിരുന്നല്ലോ, ഈ ഒരു യാത്രയെ കുറിച്ച് അശ്രദ്ധയിലായിരുന്നു നിങ്ങളുടെ മുന്നേറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണ്, ഒക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ലായിരുന്നു, പിന്നെ നിങ്ങൾ കാണുന്നതിലൊക്കെ ആർമാദിച്ചിരുന്നു. അന്ന് നിങ്ങളുടെ കണ്ണ് നിങ്ങൾ മൂടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ കശപ്പിനാക്ക നിന്റെ മൂടി, ഹൃദയത്തിന്റെ മൂടി, കണ്ണിന്റെ മൂടി അള്ളാഹു നീക്കുകയാണ്. ഇപ്പൊ ബദറുൽ അതുകൊണ്ട് ഈ നിമിഷം, ഈ ദിവസം മുതൽ നിങ്ങളുടെ കണ്ണിൽ നല്ല മൂർച്ച കിട്ടും.
അതുകൊണ്ട് നരകം കാണാൻ കഴിയുന്നു. നരകത്തിലെ ഭീകരമായ പീഡനങ്ങൾ മരണസന്ദർഭത്തിൽ നിങ്ങൾ കാണേണ്ടി വരുന്നു. അപ്പൊ ബേജാറ് വിളിച്ച് കരയാണ്. അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഈ ഒരു ദിവസത്തെ നിഷേധിച്ച് തള്ളുകയായിരുന്നു. നമ്മുടെ കണ്ണിന്, നമ്മുടെ ഹൃദയത്തിന് വലിയൊരു കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആസത്തിന്റെ ആ സൃഷ്ടി വൈഭവം നേരിട്ട് ഇപ്പൊ ബോധ്യപ്പെടാം. മാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് നോക്കിയിരുന്നു. അവിടെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുന്ദരമായ പഴം പറിക്കാൻ വേണ്ടി നീട്ടിയ സന്ദർഭം അവിടുന്ന് ആലോചിച്ചു. ആ പഴം ഞാനിപ്പോൾ എടുത്താൽ കിട്ടും. പക്ഷെ അത് ഈ ഭൂമി ലോകത്തേക്ക് ഈ ഒരു സന്ദർഭത്തിൽ എത്തിച്ചേർന്നാൽ അതിന്റെ അനുബന്ധമായിട്ടുണ്ടാകുന്ന അനർത്ഥങ്ങൾ അവിടുന്ന് ആലോചിച്ചു. അങ്ങനെ ആ നീട്ടിയ കൈകൾ അവിടുന്ന് സ്വർഗം കണ്ട് നിസ്കരിക്കുക. അത് വല്ലാതെ നിസ്കാരാണ്. നരകത്തെ ഓർത്ത്, നരകത്തെ കണ്ട് ആ മൂടികളൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ആ തരത്തിലുള്ള മഹാത്ഭുതങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അത് വല്ലാത്ത സംഭവമാണ്. മഹാനായ സന്ദർഭത്തിൽ എല്ലാവരും ഉറങ്ങാണ്. എല്ലാവരും ഉറങ്ങാണ്. ജനങ്ങളൊക്കെ ഉറങ്ങുക. വൈദാമാത്തു ഇന്തബഹു, മരണപ്പെട്ടാൽ അവരെല്ലാവരും ഉണരും. കണ്ണിന്റെ കാഴ്ച കിട്ടും. അവർക്ക് എല്ലാം കാണാനാകും. മരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ പലതും കാണും. പല ആളുകളും ഭീകരമായ രംഗങ്ങൾ കാണും. നല്ല നല്ല മനുഷ്യന്മാർ അവർ സ്വർഗം കാണും. സ്വർഗത്തിന്റെ വ്യത്യസ്തങ്ങളായ സന്തോഷങ്ങൾ കാണും. ഊർലീങ്ങളെ കാണും. പലപ്പോഴും അവർക്ക് ആ മരണ സന്ദർഭത്തിൽ തന്നെ ഊർലീങ്ങളുടെ ആ ഒരു സുന്ദരമായ ദർശനം കാരണം അവർക്ക് ചലനം സംഭവിച്ചു. നല്ല നല്ല മനുഷ്യന്മാരെങ്ങനെ അവരുടെ അടുത്ത് മാലാഖമാര് വരും. ജിബ്രീൽ അലൈഹിസ്സലാം വരും. മറ്റു പല മലക്കുകളും വരും. അവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. ജിബ്രീൽ അവരുടെ പരിസരത്തേക്ക് എത്തില്ല. പക്ഷെ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്. പുസ്തകത്തിന്റെ 33-ാമത് വചനം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനാ അല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫതനസ്സലു അലൈഹിം മലായിക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനാ അല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് സതീരം പറയാൻ സാധിച്ചവർ, അത് എവിടെയും മൂടി വെക്കാതെ ആ ഒരു ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചവർ. സുമ്മത്തകാമു, പിന്നീട് അവർ വിശ്വസിച്ച ഈ ദർശനത്തിലൂടെ നല്ല ഉച്ചസ്വരതയോടുകൂടെ മുന്നോട്ട് പോയി. ഒരു മലായിക അവരുടെ അടുത്തേക്ക് മാലാഖമാർ വരും. മരണ സന്ദർഭത്തിൽ വരും. അതിന്റെ മുമ്പും വരും. അവരെ സഹായിക്കാൻ മലക്കുകൾ ഉണ്ടാകും. ഈ മലക്കുകൾ അവരോട് മരിക്കുന്ന സന്ദർഭത്തിൽ സുവിശേഷം പറയും. ടെൻഷനടിക്കരുത്, ഭയപ്പെടരുത്. അക്ഷരൂപിൽ ജന്നത്തില്ലെന്നീ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ പ്രതി സന്തോഷിച്ചു കൊടുക്കുക. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ ഓർത്ത് സന്തോഷിക്കില്ല. ഈ ദുന്യാവിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ആഹ്റത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് സഹായം ചെയ്യും. അതാണ് ഈ സൂറത്ത് ഖാഫിലൂടെ അല്ലാഹു മരണത്തിന്റെ തീവ്രമായ രംഗങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കശപ്പിനാണ് നിന്റെ ഈ മൂടിയും നീ ഈ ഭൗതികമായ പ്രതിബദ്ധ കാരണം നിന്റെ മനസ്സിൽ ചിന്തയ്ക്കും ലഭിച്ച ആ ഒരു കൂരുകൾ നിറഞ്ഞ ആ മൂടിയൊക്കെ ഉണ്ടാവുക ആ സമയത്ത് അങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ മാറ്റിക്കൂടെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ തന്നെ മാറ്റിക്കൂടെ എന്ന് തോന്നുന്നുണ്ടാവും. ഇതൊരു പരീക്ഷയുടെ ലോകമാണെന്ന് നമ്മൾ അറിയണം. ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണെന്ന് നമ്മൾ അറിയണം. നമ്മളൊക്കെ ഒരു വലിയ പരീക്ഷാഹാരനാണ് ഓരോ നിമിഷവും ചെലവഴിക്കുന്നതെന്ന് നമുക്ക് ബോധം വേണം. ആരാണ് നന്മ ചെയ്യുന്നത്, ആരാണ് തിന്മ ചെയ്യുന്നത്, ഇതാണ് നമ്മളത് പരീക്ഷിച്ചത്. നമ്മൾ കേട്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്. അല്ലാതെ ഈ ഫലത്തിൽ ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണാർത്ഥം നിങ്ങളെ പരീക്ഷ നടത്താം. അള്ളാഹു മരണത്തെ പഠിച്ചു, ജീവിതത്തെ പഠിച്ചു. പരീക്ഷ നടത്താൻ അള്ളാഹു മരണത്തെ പഠിച്ചു, ജീവിതത്തെ പഠിച്ചു. അപ്പൊ ഇപ്പോഴേ അള്ളാഹുത്താല ഈ പാപ്പിൽ പറയുന്ന വിധം നമ്മുടെ ഹൃദയത്തിന്റെയും നമ്മുടെ കണ്ണിന്റെയും വക്രതകളും മൂടികളും മാറ്റി വെക്കില്ല. ഇപ്പൊ നന്മയെ കുറിച്ച് ബോധം തരും, തിന്മയെ കുറിച്ച് ബോധം തരും. തിന്മയും നന്മയും കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചിട്ടല്ലാതെ ഒരു സമൂഹത്തെയും സൃഷ്ടിക്കില്ലെന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട്.
സൂറത്തുൽ ഇസ്രാഈലിന്റെ 10-ാമത്തെ വചനത്തിൽ ഒരു റസൂലിനെ വിടാതെ ഞാൻ ആരെയും ശിക്ഷിക്കില്ലെന്ന് അല്ലാഹു ശക്തമായി പറയുന്നുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആവണമെന്നില്ല, ഒരു പ്രതിനിധി, ദീനിനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ. ഒരു സമൂഹത്തെയും അങ്ങനെയല്ലാതെ ഞാൻ നശിപ്പിച്ചിട്ടില്ലെന്ന് ഖുർആൻ തന്നെ പിന്നെയും പറയുന്നുണ്ട്. സൂറത്തുൽ യാസീന്റെ തൊട്ട് മുമ്പിലുള്ള 35-ാമത്തെ 74-ാമത്തെ വാക്യം, വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. എല്ലാ സമൂഹത്തിലേക്കും അല്ലാഹു താക്കീതുകാരനെ തീരെ ഇസ്ലാമിനെ കുറിച്ച് പരിചയം കിട്ടാത്ത ഒരാൾ, അണ്ടമാനിലെ ഏതോ ഒരു ആദിവാസി മനുഷ്യൻ, അല്ലാഹു തെറ്റിക്കൂല. അണ്ടമാൻ എന്നുള്ളത് എന്റെ ഒരു നിഗമനം. തീരെ ഇസ്ലാമിനെ പഠിക്കാൻ അവസരം കിട്ടാത്ത ഒരു മനുഷ്യൻ ഏതോ രാമസംസ്കാരത്തിന്റെ ഉള്ളിൽ മുണ്ടുപോലും എടുക്കാതെ ആ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളും നിന്ന് നായാട്ട് നടത്തിയിട്ട് ഒരു ലോകത്തെ കുറിച്ചും ഒരു ബോധമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ സ്വഭാവത്തിൽ ശിക്ഷ വരില്ല. ആ പറയുന്നതാണ്. സ്വർണ്ണക്കായലിന്റെ ശർഹാവുന്ന ഇബ്രാസ് എന്ന് പറയുന്ന കിതാബിൽ ഇവരെ സവിസ്തരം പ്രതിപാദിക്കുന്നതിനാണ്. ഇമാം ഗസാലി തങ്ങളുടെ ചെറിയ ചെറിയ ലേഖനങ്ങളുടെ സമാഹാരമാകുന്ന ഇമാം ഗസാലി തങ്ങളുടെ ആ ഒരു മഖാലാത്തിന്റെ മജ്മൂഉൽ വസാഇൽ എന്ന് പറയുന്ന കിതാബിൽ സംബന്ധമായി തന്നെ അധ്യായമുണ്ട്. ഒരു നിലക്കും ദീനെത്താത്ത ആളുകൾ അവതരിപ്പിച്ചിട്ടില്ല. ദീനെത്തിക്കഴിഞ്ഞതിന് ശേഷം, പഠിക്കാൻ അവസരം കിട്ടിയതിന് ശേഷം, ഈ ഖുർആനും ഹദീസും പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള യോഗം ലഭിച്ചതിന് ശേഷം എന്നിട്ടും ആരൊക്കെയാണ് വഴിവേശ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി മാർക്കിടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മുടെ ഈ പ്രസ്താവനയോട് മാറ്റിവെക്കാത്തത്. അല്ലാഹു തആല വിചാരിച്ച എല്ലാവരും മുഅ്മിനീങ്ങളാവേണ്ടതല്ലേ? അംബുത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, അല്ലാഹു വിചാരിച്ചാൽ എല്ലാവരും മുഅ്മിനീങ്ങളാവും. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരും മുഅ്മിനീങ്ങളാവും. പിന്നെ ബദർ വേണ്ട, ഒരു യുദ്ധത്തിൽ മഹാനായ റസൂൽ തങ്ങൾ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയല്ല, എല്ലാവരും കൂടെ മുസ്ലിങ്ങളാക്കുക എന്നുള്ളതല്ല അള്ളാഹുവിന്റെ തീരുമാനം. മുഅ്മിനീങ്ങളാക്കുക എന്നുള്ളതല്ല തീരുമാനം. മുഅ്മിനായ ആൾ തന്നെ മുഅ്മിനായി മരിക്കുക എന്നതല്ല അള്ളാഹുവിന്റെ തീരുമാനം. കാഫിറായ ആൾ അങ്ങനെ തന്നെ മരിക്കണമെന്നല്ല അള്ളാഹുവിന്റെ തീരുമാനം. അതിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം തന്നിട്ട് ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ് അള്ളാഹു പരീക്ഷയ്ക്ക് മാർക്ക് തരുന്നത്. അയ്യോ മഹ്സനുമാണ് ആരാണ് നന്മ ചെയ്യുന്നത്. നന്മ നമുക്ക് തോന്നിയ മാതിരി നന്മ തീരുമാനിക്കാൻ പറ്റില്ല. മതത്തിന്റെ പിന്തുണയോടുകൂടെ നന്മ തീരുമാനിക്കാൻ പറ്റും. ഇന്നതാണ് നന്മ നമ്മൾ തീരുമാനിക്കലെന്ന പ്രധാനം. മറിച്ച് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ച മതത്തിന്റെ പിന്തുണയോടുകൂടെയാണ് നന്മ തീരുമാനിക്കേണ്ടത്. ഇത്തരം മൗലികമായ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നത് കൊണ്ട് തന്നെ അഭിപ്രായ പങ്കുകൊണ്ടുള്ളി വലിയ പ്രവർത്തനങ്ങളിലൊക്കെ ഈ പാരായണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് ജുമാഅയിൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്യും. പല ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു قال أبا واقد الليثي ما كان رسول الله صلى الله عليه وسلم عبد الله بن عمر رضي الله عنه واقد الليثي رضي الله عنه ചോദിച്ചു, ഈദിന്റെ അതായത് പെരുന്നാളിന്റെ അന്ന് ഖുത്ബയിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഏതാണ് ഏത് സൂറത്താണ് പാരായണം ചെയ്യാറുള്ളത്? മഹാൻ പറഞ്ഞു, ഒന്ന് ഖാഫ് സൂറത്ത്, രണ്ടാമത്തെ അള്ളാഹ്. ഇതിന്റെ അതേ മോഡലുള്ള മറ്റൊരു സൂറത്ത് ഖിയാമത്ത് നാൾ അടുത്ത് വന്നു. പിന്നീട് സംഭവിക്കുന്ന സൂര്യന്റെ കെട്ടുപോകലും നക്ഷത്രങ്ങളുടെ ഉതിർന്നു വീഴലും ഈ ലോകത്ത് നടക്കുന്ന വലിയ വലിയ ആന്തോളനങ്ങളെ കുറിച്ച് പറയുന്ന ആ ഭാഗം പെരുന്നാൾ നിർമ്മിച്ചു കൂടിയാൽ അതൊന്ന് ബോധ്യപ്പെടുത്തും. വേറെയും പല ഡിമാൻഡ് കാണാൻ സംബന്ധമായിട്ട് മഹതിയാവുന്ന അല്ലെ ഇഷാം ബിൻത് ഹാരിസത്ത് റളിയല്ലാഹു അൻഹ പറയുന്നതാണ്, لقد كانت نورنا ونور النبي صلى الله عليه وسلم واحدا سنتين أو سنتين أو سنة وبعد سنة وما قد قاف والقرآن المجيد إلا على رسالة رسوله صلى الله عليه وسلم كان يقرأها كل يوم جمعة البيضاء فقدنا മാരിയാവുന്ന ഹിഷാം ബിൻത് ഹാരിസത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നാവിൽ നിന്ന് അവിടുന്ന് പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് സൂറത്ത് ഖാഫ് പഠിച്ചത്.
അവിടുന്ന് എല്ലാ ജുമായിലും ജനങ്ങളോട് കുത്തുബ നിർവഹിക്കുമ്പോൾ മിമ്പറിൽ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ ജുമായിലും ഹബീബായ നബിതങ്ങൾ ജനങ്ങളോട് കുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് ഖാഫ് പാരായണം ചെയ്യും. അങ്ങനെ നബിയുടെ നാവിൽ നിന്ന് കേട്ടാണ് ഞാൻ സൂറത്ത് ഖാഫ് കാണാതെ പഠിക്കുന്നത്. അപ്പോഴേക്കും ചാടണ്ട, ആ പെണ്ണുങ്ങൾ പള്ളി പോയിരുന്നല്ലേ എന്ന് പറഞ്ഞു. ആ പെണ്ണുങ്ങളപ്പൊ ജുമാക്ക് പോയിരുന്നല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇഷാം ബിൻത്ത് ആരിഫത്ത് റളിയല്ലാഹു അൻഹ സുബൈൽ കേട്ടിട്ട് ഖുർആൻ പഠിക്കുക? അതിനുള്ള മറുപടി കൂടെ ഇങ്ങനത്തെ ഒരു ചോദ്യവും ഇങ്ങനത്തെ ഒരു പ്രശ്നകാരികളും വരുമെന്ന ആ ഒരു ബോധം കൊണ്ടായിരിക്കണം. അതിന് മറുപടിയിലൂടെയാണ് മഹദി ഹദീസ് തുടങ്ങുന്നത്. എന്റെയും റസൂൽ തങ്ങളുടെയും അടുപ്പൊന്നായിരുന്നു. 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലവും കുറെ മാസങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട് നമുക്കറിയാം. അവിടുത്തെ വീട് പള്ളിയുടെ പരിസരത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് പള്ളിയിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് വെച്ചാൽ പള്ളി. അങ്ങനെയാണ് ഹൈദുണ്ടാകുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ചിട്ട് അഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എത്തിച്ചേർന്നിരുന്നു എന്നൊക്കെ നമ്മൾ ഹദീസിൽ കാണുന്നത്. ആയിഷ ബീവിക്ക് ഹൈദാണ്, എന്തായാലും പള്ളിയിൽ വരില്ല. പിന്നെ ഇങ്ങനെ റസൂലുള്ളാഹി ഇരിക്കാൻ മടി തല വെച്ചിട്ട് ആയിഷ ബീവിയുടെ വീട്ടിലിങ്ങനെ ഇരുന്നാൽ നബിതങ്ങൾക്ക് പള്ളിയിൽ കിടന്നാൽ തല മടിയിൽ വെക്കാൻ മാത്രം ഒരു ചുമരിന്റെ വ്യത്യാസം. ചുമരെന്നൊക്കെ പറഞ്ഞാൽ ഒരടിയിൽ കണക്കാക്കരുത്. ഒരു ഈത്തപ്പലയുടെ ഓല ഇങ്ങനെ കുത്തിവെച്ച വ്യത്യാസമേ റസൂൽ തങ്ങളുടെ വീടും ആയിഷ ബീവിയുടെ വീടും ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിലും അടുത്ത വീടാകുന്ന ഹിശാം ബിൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലും ഒരടുപ്പ ഉണ്ടായിരുന്നത്. ഒരാൾ പാചകം ചെയ്തു കഴിഞ്ഞാൽ മറ്റേയാൾ പാചകം ചെയ്യും. എന്ന് വെച്ചാൽ അവരുടെ വീടും പള്ളിയുടെ ചുമരും തമ്മിൽ ഒട്ടി നിൽക്കുകയായിരുന്നു. ആ പള്ളിയുടെ ചുമരാന്ന് ഇതുപോലൊന്നുമല്ല, കുറേ ഈത്തപ്പന ഓലകളും ഒരു അര വരെയൊക്കെ ഇങ്ങനെ കുറച്ച് മണ്ണും കല്ലും ഉരുട്ടി വെച്ചതുമാണ്. അതുകൊണ്ട് അവിടെ പറയുന്നതും വർത്താനം പറയുന്നതും ഇവിടെ കേൾക്കും. ഹബീബായ നബിതങ്ങൾ കുത്തുബയോടുന്നത് ഹിശാം ബിൻത്ത് ഹാരിസയ്ക്ക് വീട്ടിലിരുന്നാൽ കേൾക്കാം. അങ്ങനെയാണ് ഞാൻ ഹബീബോരുടെ നാവിൽ നിന്ന് സൂറത്ത് ഖാഫ് കാണാതെ പഠിച്ചു എന്നുള്ളത് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുപ്പം കഥ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം 90 ഒന്നുമില്ലാക്കി ബാധിക്കാം. അതിലുണ്ടാകുന്ന പെണ്ണിനോട് ഇസ്ലാമിന്റെ സമീപനം എങ്ങനെയെന്നുള്ളത് കൂടെ ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇന്നതൊക്കെ ആർപ്പോ ഹൈദിന്റെ ദിവസമാണ്. ആർപ്പോ അല്ലേ? ആർത്തവം എന്ന് പറഞ്ഞാൽ ഒരു മാലിന്യമൊന്നും അല്ല എന്നും, ആർത്തവം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സ്വാഭാവികമായ നൈസർഗികമായ ശൈലിയാണെന്നും, അതുകൊണ്ട് ആർത്തവക്കാരിയെ അകറ്റി നിർത്തരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറെ ആക്ടിവിസ്റ്റുകളും മറ്റും ഒക്കെ പാടെ ചേർന്ന് ഇന്നലെ കൃഷിയിലൊക്കെ വലിയ സമ്മേളനം നടന്നു അല്ലെ? മുഖ്യമന്ത്രി പങ്കെടുക്കുന്നപ്പോൾ ഒരു പ്രചാരണം നടത്തി. അദ്ദേഹം പിന്മാറിയെന്നാണ് പറയുന്നത്. എന്തോ കുറെ ആളുകളൊക്കെ തീവ്രവാദികളാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്മാറി. ഈ പരിഷ്കൃതമായ അല്ലെ 2019 പോലും ആർത്തവക്കാരിയെ പുറത്തൊരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് അതിൽ നിർത്തി ആർത്തവം കഴിയുമ്പോഴും സാധാരണ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കാതെ അവൾക്ക് മാത്രം നായ്ക്കൂട്ടിലൊക്കെ വെച്ച് പാത്രം പോലെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കൊണ്ടുപോയി ആ പാത്രം ഈ പാത്രത്തിൽ ടച്ച് ചെയ്യാതെ ചോറ് കൊട്ടിക്കൊടുത്ത് അല്ലെ അവിടെ തന്നെ നിർത്തുന്ന രീതി ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ തുടരുന്നു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം നല്ല ചുഴലിക്കാറ്റുണ്ടായപ്പോൾ ഒരു തെങ്ങ് വീണിട്ട് ഒരു പെൺകുട്ടി മരിച്ചു. തെങ്ങ് വീട്ട് മുന്നോട്ട് മരിക്കാന്ന് അവിടെ വീട് കൂടെ തെങ്ങ് വീണു. പക്ഷെ വീടിനൊന്നും പറ്റിയില്ല. പക്ഷേ പെൺകുട്ടിയെ നിർത്തിയിരുന്ന ആർത്തവക്കാരായ ഒരു ചെറിയ ഷെഡിലാണ്. ആ ഷെഡിന്റെ മേലെ ആ പെൺകുട്ടി മരണപ്പെട്ടു. ആർത്തവം എന്ന് പറയുന്നത് തീർച്ചയായും ആ പെണ്ണിന്റെ നൈസർഗികമായ സ്വഭാവം. അതില്ലെങ്കിൽ ഇവിടെ ഈ സമുദായം നിലനിൽക്കൂല. ആർത്തവത്തിന്റെ കൃത്യം 14-ാം ദിവസമാണ് ഒരു പെണ്ണിന് അണ്ടവിസർജനം നടത്തുന്നത്. അണ്ടവിസർജനം നടന്നാൽ മാത്രമാണ് ആ പെണ്ണിന് ഗർഭിണിയാവാൻ പറ്റുള്ളൂ. അപ്പൊ ആർത്തവം ഈ തലമുറ നിലനിൽക്കാനുള്ള അള്ളാഹുവിന്റെ സംവിധാനമാണ്. ആ പെണ്ണിനെ പുറത്ത് ഒരു പ്രത്യേകമായ ഒരു ഓലഷെഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ചാക്ക് പൊളിച്ച് ഫ്ലക്സ് പൊളിച്ചിട്ട് ചെറിയ കൂട് നിർമ്മിച്ചിട്ട് അതിൽ പാർപ്പിക്കേണ്ടതല്ല. അവൾ വീട്ടിൽ തന്നെയാണ് താമസിക്കേണ്ടത്. ആ പെണ്ണിനോടൊപ്പം ഭർത്താവിന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. ആ പെണ്ണിനോടൊപ്പം ഭർത്താവിനെ കിടന്നുറങ്ങാൻ പറ്റും. ആ പെണ്ണിനെ കയ്യിൽ പിടിക്കാൻ പറ്റും. ആ പെണ്ണിന്റെ മടിയിൽ തലവെച്ച് കിടക്കാൻ പറ്റും.
ഐഷാബി റളിയല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങൾ ആർത്തവക്കാലത്ത് കുടിച്ചപ്പോ അയ്യേ എനിക്ക് ഹൈലാണെന്ന് പറഞ്ഞ് അവിടുന്ന് ആ ഐഷാബി റളിയല്ലാഹു അൻഹ ഓടി ചുതറി മാറാൻ ശ്രമിക്കുന്നത് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആർത്തവം അവിടെ കയ്യുമല്ലേ, മുഖത്തില്ല എന്നല്ല, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഒഴിവാക്കി ആ പെണ്ണിനെ മറ്റ് കർമ്മങ്ങളൊക്കെ അല്ലെ, മറ്റ് വ്യക്തമായിട്ടുള്ള മറ്റ് കർമ്മങ്ങളൊക്കെ നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നു. മുട്ടുപൊക്കളിന്റെ ഇടയിൽ പറ്റില്ല. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം മാറ്റി വെച്ചാൽ ബാക്കിയുള്ള ആ പെണ്ണിനൊപ്പം കിടക്കാം, ആ പെണ്ണിനോടൊപ്പം ധരിച്ചിരിക്കാം, അവരുടെ മടിയിൽ തെളിച്ചു കിടക്കാൻ പറ്റും, എല്ലാ പരിപാടിയും ചെയ്യാം. റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിഗതമിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അവിടുന്ന് ഐഷാബിയുടെ മടിയിൽ തെളിച്ചു കിടക്കുന്നത് വീടത്താണ്. പിന്നെ ഇസ്ലാമിന്റെ ആദ്യ കാലത്തൊക്കെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നു, അതെന്തിനാന്ന് കൂടെ ആ ഹദീസുകളിലൊക്കെ കാണാം. പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വമ്പൻ സംഘായിട്ടിട്ടപ്പോൾ മുഹമ്മദ് നബി കൂട്ടരും എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയാണല്ലോ, ആണും പെണ്ണും ഒന്നിച്ചു കൂടിയാൽ, ആണ് മാത്രമാക്കിയ 10 ആളാണെങ്കിൽ പെണ്ണും കൂടി 20 ആളായില്ലേ. അപ്പൊ കുറെ ആൾക്കാരുണ്ട് തോന്നാൻ വേണ്ടി. അങ്ങനെയാണ് ചില പ്രസ്ഥാനക്കാരുടെ സമ്മേളനത്തിലൊക്കെ ആളെ പോകുന്നത് അല്ലെ. കുട്ടികളും മക്കളും പ്രസവിച്ചു കിടക്കണവരും തൈലം തേച്ചുകൊണ്ട് കിടക്കുന്ന കുട്ടി വെട്ടി വിമനോരും ചട്ടി കലവും പട്ടിലും ഒക്കെ പോകാനെടുത്തു വരും. അപ്പൊ ഒരു സംഭവമായിട്ട് പോകും. പിന്നെ ക്ലോസറ്റ് വിൽക്കാനുള്ള പരസ്യം ഉണ്ടാവും, കട്ടില് തൊട്ടില് ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യം ഉണ്ടാവും, ഭൗതികർക്ക് തരുന്നത് മുഖ്യ സംഭവമായിട്ട് പോകും. ഇതന്നെയാണ് ആദ്യകാലത്ത് നടന്നത്. പെണ്ണുങ്ങൾ കൂടെ വരും. ആ പെണ്ണുങ്ങൾ വരുന്ന ഹദീസിൽ കാണാൻ നമുക്ക് ഹഴുതുകാരി പെണ്ണ് വരെ വരാറുണ്ടായിരുന്നു. ഹഴുതുകാരി പെണ്ണെന്തായാലും ശേഷം വരുന്നത്. പിന്നെന്തിനാണ് സമാധാനം നമ്മളൊരു വലിയ സംഘമായിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, വലിയൊരു സംഘമായിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പെണ്ണുങ്ങൾ മാത്രമൊന്നുമല്ല, അന്നത്തെ പള്ളിയുടെ സുരക്ഷിതത്വക്കുറവ് കൊണ്ട് നായകൾ പോലും പലപ്പോഴും പള്ളിയിൽ കയറാറുണ്ടായിരുന്നു. അത് നമുക്കറിയാം കാണാം. റസൂലിന്റെ പള്ളിയിൽ നായകൾ മുദ്രയിക്കാറുണ്ടായിരുന്നു. അപ്പൊ നായകളെ പിടിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് മുദ്രയിപ്പിച്ച് കൊണ്ടുവന്ന് സുന്നത്താണെന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ അന്നത്തെ സംവിധാനക്കുറവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചുമരുന്നൊക്കെ പറഞ്ഞതാണ് ഈത്തപ്പനോട് അങ്ങനെ ബുദ്ധി വെക്കുന്നതാണ്. അവിടെ അങ്ങനെ ചെതലുപിടിക്കുന്നില്ല. ലക്ഷദ്വീപിലും ഗൾഫ് അങ്ങനെ ചെതലുപിടിക്കില്ല. എന്താ കാര്യം, മണൽ പ്രദേശമാണ്, അതുകൊണ്ട് ചെതല് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഇതിലൊക്കെ എന്നോ വർഷം മുമ്പ് കുത്തിയ ഈ മട്ടൽ നമ്മുടെ ഈ തെങ്ങിന്റെ അല്ലെ തെങ്ങിന്റെ ഓലയുടെ ആ തണ്ട് ഉപയോഗിച്ചിട്ടുള്ള ആ വേലുകൾ കാണാം. അപ്പോഴും ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ അല്ല ചെതല് പിടിക്കില്ല. എന്താ കാര്യം, അവിടെ ചെതലൊന്നും സംഭവില്ല. അപ്പൊ ഈ പള്ളിയുടെ ഒക്കെ ചുമരന്ന് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നായകളൊക്കെ ചെറുപ്പമായിട്ട് ആദ്യ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പോയത് ഇങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഹിജാബിന്റെ 3ാമത്തെ ആയത്ത് ഇറങ്ങുന്നതോടുകൂടെ പെണ്ണുങ്ങളുടെ പ്രവേശനം സമ്പൂർണ്ണമായി നിരോധിക്കപ്പെട്ടു. ഈ ആദ്യകാലത്ത് പെണ്ണുങ്ങൾ പോയിരുന്ന സമയത്ത് തന്നെ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ മക്കളോ ഒന്നും അതിനൊന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഹദീസിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹബീബായ തങ്ങളുടെ ഭാര്യമാർ, അവിടുത്തെ പെൺമക്കൾ, അവരുടെ പരിചാരികമാർ ഹബീബായ നബി തങ്ങളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടു നിന്നിരുന്ന പല മുസ്ലിം സ്ത്രീകളും തങ്ങളോട് ബന്ധപ്പെട്ടിരുന്ന പല മുസ്ലിം സ്ത്രീകളും അലി ബിൻ അബീ താലിബ് തങ്ങളുടെ ഉമ്മയാവുന്ന ഫാത്തിമ ബിൻത് അസദ് ഹബീബായ നബി തങ്ങളെ വല്ലാതെ സ്വാധീനിച്ചൊരു സ്ത്രീയാണ്. വല്ലാതെ സ്വാധീനിച്ചൊരു സ്ത്രീ. സ്വന്തം മക്കൾ വിശന്നു പരിഹരിക്കുമ്പോഴും ഹബീബായ നബി തങ്ങളുടെ വിശപ്പും ദാഹവും പരിഹരിച്ച ഉത്തമ. 8 വയസ്സുകാരനാവുന്ന ഹബീബായ നബി തങ്ങളെ പിന്നീട് വളരെയേറെ ശ്രദ്ധയോടുകൂടെ സംരക്ഷിച്ച അബൂ താലിബിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയാവുന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അവര് പള്ളി പോയിട്ടില്ല. ഒരു മറ്റു സന്ദർഭത്തിൽ ഹബീബായ നബി തങ്ങളുടെ പ്രകടനത്തെ ഹദീസിലാണ് നമുക്കത് വല്ലാതെ ഹൃദയത്തെ സ്വാധീനിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ മുമ്പിൽ ഇരുന്ന് കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു. നബിതങ്ങൾ തന്നെ ഖബറിന്റെ അവസാന മണ്ണുകളൊക്കെ പോയി. എന്നിട്ട് അവിടുന്ന് ഖബറടക്കുന്ന ആളുകളോട് അല്പം താമസിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ചുപ്പയിട്ട് കൊണ്ടുവന്നു, ഒരു നീളംകുപ്പായിട്ട് കൊണ്ടുവന്നു. ആ നീളംകുപ്പായം മഹദിയാവുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ, മകൾ ഫാത്തിമയല്ല മൂത്തമ്മയാവുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ധരിപ്പിച്ചു.
അതിനുശേഷം മദീന കബറിലിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കടന്നു. കബറിന്റെ പാർശ്വങ്ങളിൽ ഇങ്ങനെ സ്പർശിച്ചു. കബറിൽ അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് അങ്ങോട്ടും ഇങ്ങനെ മാറിക്കിടന്നു. ആപത്തിനും വല്ലാത്ത വഴക്കം വന്നു. അവർ ചോദിച്ചു, പതിവില്ലാത്ത രീതിയിൽ എന്താണ് ഈ പ്രകടനങ്ങൾ? തങ്ങൾ പറഞ്ഞു, സഹാബത്തെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിഷമിക്കരുത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിഷമിക്കരുത്. ഈ കിടക്കുന്ന ഫാത്തിമയുണ്ടല്ലോ, ഉമ്മി പാഴ ഉമ്മി, എന്റെ ഉമ്മാക്ക് ശേഷം എനിക്കുണ്ടായ ഉമ്മയാണ്. എന്റെ ഉമ്മാക്ക് ശേഷം എനിക്കുണ്ടായ ഉമ്മയാണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എന്തെന്ന് വെച്ചാൽ, എന്റെ ഈ ഉമ്മ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അവിടുന്ന് പറഞ്ഞു, ആ ഉമ്മി, പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ, സ്വന്തം മക്കൾ വിശന്ന് പിരിഞ്ഞ് കരഞ്ഞപ്പോഴും അന്ന് എന്റെ വിഷത്തിനെ പരിഗണിച്ചു. സ്വന്തം മക്കൾ വല്ലാതെ നാട്ടിച്ച് അവശരായപ്പോഴും അന്ന് എന്റെ നാളത്തെ വല്ലാതെ വരക്കണം. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെയും ഖബർ ഒന്നാലിക്കണം ചെയ്യും. ഒന്നുകിൽ ശിക്ഷയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ നല്ല മനുഷ്യനെത്തുമ്പോഴുള്ള ആവേശത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെയാണ് ഖബറിന്റെ സ്വഭാവം. ഒന്നുകിൽ ശിക്ഷയുടെ ഭാഗമായിട്ട് വാരിയലുകൾ കോർക്കും വിധത്തിൽ തങ്ങളുടെ ആലിംഗനം ചെയ്യും. അതല്ലെങ്കിൽ ഈ നല്ല മനുഷ്യനെത്തിയപ്പോ ഈ മനുഷ്യൻ എന്റെ അടുത്ത് തന്നെ എത്തിപ്പെട്ടല്ലോ എന്നുള്ള ആവേശത്തിനൊന്ന് കൂട്ടിപ്പിടിക്കും. രണ്ടായാലും മനുഷ്യൻ അത് പ്രയാസം സൃഷ്ടിക്കും. ഞാൻ പറയട്ടെ, എല്ലാ മനുഷ്യരും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഫാത്തിമാത്തിൽ ഞങ്ങളുടെ അനുഭവം വരുന്നത്. അതിനാണ് ഞാൻ എന്റെ ഡ്രസ്സിട്ട് കൊടുത്തത്. അതിനാണ് ഞാൻ എല്ലായിടത്തും സ്പർശിച്ചത്. എന്റെ ഹബീബായ വിധങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ച ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ ഖബറിന് സാധ്യമല്ല. അതിന്റെ ബഹുമാനങ്ങൾ എന്നിട്ടുള്ള ആ ഒരു നിൽക്കൽ, വിധങ്ങൾ സ്പർശിച്ച ആ ഒരു സാധനത്തെ ഇങ്ങനെ ശക്തമായിട്ട് അമർത്തി ചുരുട്ടിക്കൂട്ടാൻ ഖബറിന് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ ഉമ്മയ്ക്ക് അങ്ങനെ സംരക്ഷണം കിട്ടണം. അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സമയം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മറ്റാരോട് കാട്ടാത്ത വിധം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് അവരോടുള്ള വല്ലാത്ത ആ ഒരു ബാധ്യത കൊണ്ടാണെന്ന് ഹബീബായ വിധങ്ങൾ കണ്യവാസെന്ന് പറയുന്നത് കാണാം. ഈ ഉമ്മ പള്ളിയിൽ പോയിട്ടില്ല. മതങ്ങളുമായി ബന്ധമുള്ളവരൊന്നും പള്ളിയിൽ പോയിട്ടില്ല. അപ്പൊ ഈ ഒരു ഹദീസ് വെച്ചിട്ട് ഞാൻ പാമ്പ് സൂറത്ത് കാണാതെ പഠിച്ചത് ഹബീബായ വിധങ്ങളുടെ നാട്ടിൽ നിന്നാണ്. അവിടുന്ന് ഹുതുബയോടുമ്പോഴേക്കും ആവർത്തിച്ച് വരാറുണ്ടായിരുന്നു എന്ന ഹദീസ് വെച്ചിട്ട് അപ്പൊ പെണ്ണുങ്ങൾ പള്ളിയിൽ പോവാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരും മനസ്സിലാക്കരുത്. ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു പേജ് ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഒരു കഷ്ണം കിട്ടുമ്പോഴേക്കും ഞാൻ തലക്കടിക്കാൻ താഴ്മൊന്ന് പറഞ്ഞാലും അതാണ് ഇസ്ലാമിലെ പ്രസ്ഥാന ഭേദങ്ങളുടെ മൊത്തം അടിസ്ഥാനം. മൊത്തം ഈ കാര്യങ്ങളെയൊക്കെ വേണ്ട വിധം മനസ്സിലാക്കി നമ്മളെ പഠിപ്പിച്ച മാമന ഷാഫി തങ്ങളെ പോലെയുള്ളവർ, അബ്ദുൽ അംബൽ തങ്ങളെ പോലെയുള്ളവർ എത്ര തീവ്രമായി ദീനിനു വേണ്ടി നിശബ്ദതയാണ്, എത്ര തീവ്രമായി പറയാൻ കഴിയില്ല. അബ്ദുൽ അംബൽ തങ്ങളെ പറ്റിയുള്ള ഒരു കിതാബിയുടെ ഞാൻ വായിച്ചു. അവിടുന്ന് സഹിച്ച പീഡനങ്ങൾ വെച്ചാൽ നമ്മളൊന്നും ദീനിനു വേണ്ടി ഒന്നുമേ സഹിച്ചില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു ദീനി പ്രവർത്തനത്തിന് പോയതിനു വേണ്ടി വഴക്കു പറഞ്ഞു ഞാൻ പോലീസ് തീരുമാനിക്കുന്നത്. ഒരു ദീനിന്റെ പ്രവർത്തനം എന്തെങ്കിലും ഒരു നോട്ടീസ് ഒട്ടിച്ചു ദീനി കാര്യങ്ങൾ, ഞാൻ ഈ മത്സര കോപ്രായങ്ങളെ കുറിച്ചല്ല പറയുന്നത്. അതിനുവേണ്ടി കുറച്ച് വൈകി വന്നപ്പോൾ അപ്പോ വഴക്കുണ്ടെങ്കിൽ അപ്പത്തെ കാര്യം മനസ്സിലാക്കാനുള്ളതാണ്. എന്നാൽ ഈ പരിപാടി വേണ്ടെന്ന് തീരുമാനിക്കുന്നവരാണ്. അല്ലെങ്കിൽ സഹപ്രവർത്തനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി മതി ഓരോരുത്തരെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ദീനി സംരംഭങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. അവിടെ നമ്മൾ നമ്മളൊക്കെ സഹിച്ച പീഡനങ്ങൾ, അവിടുത്തെ ശരീരത്തിലേറ്റ മുറിപ്പാടുകൾ, ഇങ്ങനെയൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട മഹാന്മാർ 10 ലക്ഷത്തി ചില്ലാനം ഹദീസിന്റെ വലിയ വെളിച്ചത്തിൽ നമുക്ക് ഗവേഷണം ചെയ്തു തരുന്ന ഇപ്പുകളെ കാണും. ഒരു ചെറിയ കിട്ടുമ്പോഴേക്ക് ദീനം മാറ്റിക്കളിച്ചുകൊണ്ടിരിക്കുന്നവരെ എന്തായാലും സൂറത്ത് ഖാഫ് മനുഷ്യന്റെ പലജാതി കാര്യങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടെ നമ്മൾ പഠിക്കണം. ഇടക്കിടക്കൊക്കെ നമ്മൾ ഓതണം. 2 കുത്തുബയുടെ ഇടയിൽ ആ 9 കുത്തുബ അവസാനിക്കുമ്പോൾ ഇതിന്റെ ആദ്യഭാഗങ്ങൾ ഓതൽ പതിവുണ്ട്. ചില പള്ളികളിലൊക്കെ നമ്മളത് കേൾക്കാറുണ്ട്. ഇപ്പോ അങ്ങനെ കുത്തുബയുമായി മനുഷ്യരുമായി ഒക്കെ ബന്ധമുള്ള നമ്മുടെ ഓരോ കാര്യങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രത്യേകമായ അധ്യായമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ 45 ആയത്തുകളാണ് ഇതിലുള്ളത്. ആരംഭത്തിൽ പറയുന്നത്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാഫ് വൽ ഖുർആനിൽ മജീദ് ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖുർആനിലെ ഏതാനും സൂറത്തുകളുടെ ആരംഭത്തിലുള്ള ഒരു പ്രത്യേകമായ അക്ഷരവിന്യാസത്തിന്റെ ഭാഗമാണ് ഈ ഖാഫ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിച്ച് പറയാം. അല്ലെങ്കിൽ അതേക്കുറിച്ച് മാത്രമായി പോകുന്നത് നമുക്കെല്ലാം. എന്തിനാണ് പരസ്പരം പൊരുത്തല്ലാത്ത ഒരു അക്ഷരത്തിന് അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത്? പണ്ഡിതന്മാർ പറയുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം, പരിശുദ്ധ ഖുർആനിന്റെ ചില സൂറത്തുകളിൽ ഇങ്ങനെ ചില അക്ഷരങ്ങൾ, കേവലാക്ഷരങ്ങൾ, ബന്ധമില്ലാത്ത അക്ഷരങ്ങൾ, അർത്ഥം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാത്ത അക്ഷരങ്ങൾ ഇത് കൊടുക്കുന്നതിനാണ്. വലിയ സാഹിത്യ സമ്പാട്ടുകളായിരുന്ന അറബികൾ അവരുടെ തീവ്രമായ വികാരങ്ങൾ കവിതയിലൂടെ സുന്ദരമായി വെളിപ്പെടുത്തിയപ്പോ അന്ന് ലോകത്തിൽ പിന്നീട് ഉണ്ടാവാത്ത വിധം അത്ര സാഹിത്യ സമ്പൂർണമായ കവിതകൾ. ആ കവിതാ രചനയ്ക്ക് അവരുപയോഗിച്ചിരുന്നത് ഈ ഖാഫും ഈ നൂനും ഈ അലിഫും ഖാഫും അയിനും സ്വാദും ഇത് തന്നെ. അറബിയിലെ അക്ഷരങ്ങൾ തന്നെയാണ് പദങ്ങളായി മാറ്റി അവർ കവിതയാക്കി രൂപപ്പെടുത്തിയത്. ഈ അക്ഷരക്കൂട്ടങ്ങളെ കുറെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹു പറയുന്നത് ഇതേ അക്ഷരങ്ങൾ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ രൂപപ്പെടുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രമേൽ അറബി സാഹിത്യത്തിൽ വിൽപ്പത്തി നേടിയിട്ടും നിങ്ങൾ ഖുർആനിലെ അധ്യായത്തിന് തുല്യമായ മറ്റൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഈ വെല്ലുവിളി ലോപിപ്പിച്ചല്ലേ ആദ്യം ഖുർആനെപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സാധ്യത കൊണ്ട് 10 അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞു. അതിന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റു പോവാണെങ്കിൽ നിങ്ങൾ ഖുർആനിലെ ഒരു സൂറത്തിന്റെ തുല്യമായി ഒരു സൂറത്ത് നിങ്ങൾ നിർമ്മിച്ചു കൊണ്ടുവരണം. പക്ഷെ ഖുർആൻ 23-ാമത്തെ ആയത്തിൽ കൊടുക്കുന്ന ഈ ഒരു വെല്ലുവിളി സ്വീകരിക്കാൻ സാധിക്കാതെ അവർ പതറിപ്പോയ ഘട്ടത്തിൽ ഖുർആൻ അവിടെയൊക്കെ ചെറിയ തോന്നിയിട്ട് ഇങ്ങനെ പറയണം, അലിഫ് ലാം മീം ഐൻ സീൻ ഖാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങൾ വരുന്ന സൂറത്തിന്റെ തുടക്കം അല്ലേ? ഈ അക്ഷരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കണ്ടോ, ഖാഫ് വൽ ഖുർആനിൽ മജീദ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. പൊതുവെ ഇങ്ങനത്തെ കേവലാക്ഷരങ്ങൾക്ക് ശേഷം ഖുർആനിലുള്ളതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ മാത്രമാണ്. അതുകൊണ്ടാണ് നാം വൈഭാവികങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ കേവലാക്ഷരങ്ങൾ എന്തിനാണ് അല്ലാഹു പല സൂറത്തുകളുടെയും ആരംഭത്തിൽ കൊടുക്കുന്നത് അതവരെ വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ട്? ഇനി പറയാൻ പോകുന്ന ഖുർആൻ, ഈ ഖുർആൻ വിരചിതമാകുന്നത് അല്ലെങ്കിൽ ഖുർആൻ അവതരിക്കപ്പെടുന്നത് ഇതേ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ടാകുന്നു. ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വലിയ വലിയ കവിതകൾ. എന്നിട്ട് എന്തുകൊണ്ട് ഈ ഖുർആനിലെ ഒരധ്യായം എന്ന് പറയുമ്പോൾ അല്പപ്പുറം ഓർമ്മ വരുന്നു. 286 ആയത്തുകളൊക്കെ നീണ്ടു കിടക്കുന്ന അല്പപ്പുറം സൂറത്തൊന്നും ആർക്കും ഓർമ്മ വരുന്നു. ഒറ്റ വരിയിൽ സംവിധാനിക്കപ്പെട്ട സൂറത്തുൽ കൗസർ, ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതിന് തുല്യമായ ഈ 3 ആയത്തുകൾക്ക് തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുവരാൻ എന്തുകൊണ്ടെങ്കിലും സാധിക്കുന്നില്ല. ഈ ഒരു വെല്ലുവിളി അവരെ ബോധ്യപ്പെടുത്താനാണ് ഖുർആൻ പല സൂറത്തുകളുടെയും ആരംഭത്തിൽ ഖാഫ്, നൂൻ, അലിഫ് ലാം മീം പോലുള്ള കേവലാക്ഷരങ്ങൾ. ഇത് ഏതൊക്കെ സൂറത്തിലാണ് കൊടുത്തത്? എന്തിനാണ് അത്ര സൂറത്തുകൾ വന്നത്? എന്തുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ മാത്രം മറ്റു ചില അക്ഷരങ്ങൾ ഉപയോഗിക്കപ്പെടുത്താതിരുന്നത്? അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഇതൊരു വലിയ ലോക്കിട്ടതാണ് അല്ലേ? ഇതൊരു വലിയ ലോക്കാണ്. എന്ന് നരകത്തെ പറ്റി പറയുമ്പോൾ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. നരകത്തെ കാക്കാൻ പ്രത്യേകമായ 19 നരകങ്ങളുണ്ട്. ഈ അക്ഷരങ്ങൾ മൊത്തം 19 ഖുർആനിൽ കേവലാക്ഷരമായി ഉപയോഗിച്ചിരിക്കുന്നത് 19. ഈ 19 അക്ഷരത്തിൽ ഒന്ന് പോയിരുന്നുവെങ്കിൽ ഖുർആനിനെ അല്ലാഹു മുഴുവനായിട്ട് നൽകിയ ഈ ഒരു 19ന്റെ ലോകമുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ വഴിയൊക്കെ മാത്സൊക്കെ വല്ലാതെ ഡെവലപ്പായപ്പോൾ സുന്ദരമായി പലരും പഠിച്ച് പിന്നീട് അത്ഭുതപ്പെട്ടു നിന്നൊരു സംഭവമാണ് ഖുർആനിന്റെ 19.
അത് കണ്ടെത്തിയില്ലെങ്കിൽ ഖുർആന് ഇജാസില്ലാന്നോ അതുകൊണ്ട് മാത്രമാണ് ഖുർആന് ഇജാസെന്നോ ഒന്നും മനസ്സിലാക്കരുത്. എന്നാൽ പോലും ഖുർആനിലെ മുഖ്യ പദങ്ങളെല്ലാം 59ന്റെ പുരിതമാകുന്നതിൽ അക്ഷരക്കാരമില്ലാത്ത മുഹമ്മദ് റസൂലിനെ സ്വാധീനിക്കാൻ ഖുർആനിലെ പ്രധാന പദങ്ങളെല്ലാം 19ന്റെ പുരിതങ്ങളാകുമ്പോൾ, ഖുർആൻ അധ്യായങ്ങൾ 19ന്റെ പുരിതങ്ങളാകുമ്പോൾ, ഇസ്മികൾ 19ന്റെ പുരിതങ്ങളാകുമ്പോൾ, ഖുർആനിലെ മുഖ്യപ്രമേയങ്ങളെല്ലാം 19ന്റെ പുരിതങ്ങളാകുമ്പോൾ, ഖുർആനിലെ അക്ഷരങ്ങളെല്ലാം 19ന്റെ പുരിതങ്ങളാകുമ്പോൾ, അങ്ങനെ ഖുർആനിൽ പ്രയോഗിക്കപ്പെട്ട അക്ഷരങ്ങളെല്ലാം 19ന്റെ പുരിതങ്ങളാകുമ്പോൾ, ഖുർആനിൽ അല്ലെ ഒരക്ഷരം പല പദങ്ങളുണ്ടാവില്ല. ഒരാശയത്തെ കുറിക്കാൻ പല പദങ്ങളുണ്ടാവും. അതിനാണ് മുദ്രാദ്യങ്ങളും പര്യായത്തൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഖുർആനിൽ തന്നെ അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണെന്ന് പറയാൻ 3 ടൈപ്പ് പ്രയോഗം കാണാം. അള്ളാഹു ഗാഫിറാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്. പൊതുവെ ഒരൊറ്റ മസ്ദറിൽ നിന്ന്, ഒരു ധാതുവിൽ നിന്ന്, ക്രിയാധാതുവിൽ നിന്ന് ഉൽപ്പന്നമായിട്ടാണ് ഈ 3 പറഞ്ഞത്. പക്ഷേ ഒന്ന് ഗാഫിർ, അതിന് നമ്മുടെ ഭാഷാപ്രകാരം അർത്ഥം അള്ളാഹു തെറ്റൊക്കെ കൊടുക്കും, അത്ര തന്നെ. ഗഫൂർ, അള്ളാഹു വല്ലാതെ തെറ്റ് കൊടുക്കും. ഗഫാർ, പരിധിയില്ലാതെ എത്ര തെറ്റ് ആവർത്തിച്ച് ചെയ്താലും അള്ളാഹു കൊടുക്കും. അവന് അള്ളാഹുവിന്റെ അസ്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ 5000-ഓളം അസ്മാവിനെ അവിടുന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറയുന്ന അൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന ഒരു 99 എണ്ണം തന്നെ അതതിന്റെ പ്രമുഖമായ പദങ്ങളാണ്. ഈ 99 ഇസ്മുകൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കയറുമെന്ന് അഭിപ്രായം ചെറുപ്പക്കാർ കേൾക്കണം. ചെറുപ്പക്കാരൻ മനസ്സിലാക്കുക, നമ്മളൊരു ദിവസം 10 മിനിറ്റ് വീതം ഒരു 10 ദിവസം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്ന നമുക്ക് കാണാതെ പഠിക്കും. പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അക്സാഹ എന്ന പദത്തിൽ പല പഠിത്തങ്ങൾ അതനുസരിച്ച് ജീവിച്ച് അതിന്റെ പ്രയോഗം മനസ്സിലാക്കിയ ഇങ്ങനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ അടിവായ റസൂൽ തങ്ങളുടെ അക്സാഹ എന്ന പദം ഇമാമിനെ അളവ് വിശദീകരിക്കുന്നത് ആരെങ്കിലും കാണാതെ പഠിച്ച നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന വിശദീകരണമാണ്. അത് ദ്വാഴ ഉപയോഗിച്ചാൽ ഉത്തരം കിട്ടും. അൽ-ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുണ്ട്. അത് ലൈലത്തുൽ ഖദ്റിന്റെ ദിനം എന്ന് എന്നതുപോലെ അള്ളാഹു കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ലേ. പല പണ്ഡിതന്മാരും പല അഭിപ്രായം പറയുന്നുണ്ട്. അള്ളാഹു എന്ന പദമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, റഹ്മാനെ പറ്റി അഭിപ്രായപ്പെട്ടവരുണ്ട്, വേറെ കുറെ പദങ്ങളെ കുറിച്ചും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതാണ് കൃത്യമായിട്ട് നമുക്കറിയില്ല. ആ ഒരു ഇസ്മു ഉപയോഗിച്ച് ദ്വാരന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടുമെന്നതിന്റെ ഖുർആൻ സാക്ഷിയാണ്. മാസങ്ങളോളം യാത്ര ചെയ്യേണ്ട സഭായിൽ നിന്ന് ബിൽഖീസ് ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്ന് പറയുന്ന പണ്ഡിതൻ വലിയ അവിടുന്ന് സഹോദരോട് ചോദിച്ചു, അവര് മുമ്പിനികളെ വിളക്കുന്നതിന് മുമ്പ് ആരാണ് ആ സിംഹാസനം കൊണ്ടുവരികയാണ്. 39-ാമത്തെ വാക്യം. ശക്തനായ മറ്റനായ ഒരു ചിന്ത എഴുന്നേറ്റ് പറഞ്ഞു, അന്ന് ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാനത് കൊണ്ടുവരാം. നമ്മൾ വിശദീകരിക്കുന്നത് കാണാം. തന്റെ സദസ്സിൽ അതിനേക്കാൾ പ്രമുഖരുണ്ടെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ സുലൈമാൻ നബി ആഗ്രഹിച്ചു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഉച്ചക്കാണ് 10 എഴുന്നേൽക്കുക. അതിന്റെ മുമ്പ് കിരീടം, കൊട്ടാരം, അവിടുത്തെ സിംഹാസനവും വ്യത്യാസങ്ങൾ ധാരാളമാണ്. പക്ഷെ അത് പോരാ. മഹാനായ സുലൈമാൻ നബി പിന്നെയും ചോദ്യം ആവർത്തിച്ചു. ആ സമയം നല്ല പണ്ഡിതൻ, നല്ല വിജ്ഞാനിയായ ഇസ്മുൽ അഅ്ലമിന്റെ പ്രയോഗം അറിയുന്ന നല്ല തസ്ബീഹുള്ള വലിയായ സുലൈമാൻ നബിയുടെ ധാന്യപ്പുരയുടെ കാവൽക്കാരനായ, അവിടുത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ ബന്ധുകൂടെയായ ആ സുഖിൽ വളരെ എഴുന്നേറ്റ് പറഞ്ഞു, കണ്ണിമ വെട്ടി പോകുന്നതിന്റെ മുമ്പ് ഞാനത് കൊണ്ടുവരാം. സമ്മതം കൊടുത്തു. ആ നിമിഷം തന്നെ സാധനോടെത്തി. തന്റെ മുമ്പിൽ ഒരു നിമിഷാർത്ഥം കൊണ്ട് വലിയ സിംഹാസനം എത്തിയപ്പോ സുലൈമാൻ നബി പറഞ്ഞു, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം. ഏതൊരു വലിയന്റെയും കറാമത്ത് ആ നബിയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണെന്നാണ് എന്റെ റസൂൽ ഇത്രമേലും അർത്ഥമുള്ളവർക്കുള്ളത്.
എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹം ഔദാര്യം അതാണ് റബ്ബി. എങ്ങനെയാണ് മഹാനായ എന്ന് പറയുക ഈ ഒരു അത്ഭുതം ചെയ്തത്? ഇസ്മുല്ലാഹമിന്റെ പ്രയോഗത്താണ്. ഈ ഇസ്മുല്ലാഹം കൃത്യമായി നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയുണ്ട്. അൽ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ പ്രസിദ്ധമായ 99 ഇസ്മും ചൊല്ലിയിട്ടവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. കാണാതെ അറിയില്ലെങ്കിൽ അതിന്റെ ഏട് പിടിച്ചിട്ട് വരച്ച് അതന്നെ ഞാൻ പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്കതൊരു 3 വട്ടം ചെല്ലാൻ പറ്റും. 10 മിനിറ്റിൽ 3 വട്ടം വീതം നമ്മളൊരു 10 ദിവസം ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു 30 വട്ടം ചെല്ലണയിലൊക്കെ മുമ്പ് ഈ ദിവസത്തെ കാണാതെ പഠിക്കും. നമ്മളെപ്പോഴും രാവിലെയും വൈകിട്ടും ആവർത്തിച്ച് അതിന്റെ ആയത്തുണ്ട് 4 ആയത്ത്. സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 4 ആയത്തുകൾ. ഈ ആയത്തിൽ ഏകദേശം കുറേ എത്തും. നമ്മൾ കാണാതെ പഠിക്കേണ്ട ആയത്താണ്. ഇതേ റൂട്ടിലാണ് ഹദീസിൽ ഈ അസ്മാഉൽ ഹുസ്ന 99 മുതലുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ളത് പഠിച്ചാൽ ഈ ആയത്ത് നമ്മൾ എന്തായാലും പഠിക്കേണ്ടവരാണ്. രാവിലെ വൈകിട്ട് ഓതേണ്ടവരാണ്. രാവിലെ വൈകിട്ട് ഓതുന്ന ഈ ആയത്തുകളൊന്നും നമ്മൾ ഒഴിവാക്കരുത്. പരമാവധി അള്ളാഹുവിലേക്ക് എടുക്കാനുള്ള മാർഗം അല്ലെ. സൂറത്ത് തൊബയുടെ അവസാനത്തെ 2 ആയത്ത് 280 അല്ലെ 200 ആ ആയത്ത് 128 129 ആയത്തുകൾ. ഇത് രാവിലെ ഭക്തിയോട് ഊതിയ വൈകുന്നേരത്തിന് അടക്കം മരിക്കൂല എന്നാണ് ചില കിതാബ് കാണുന്നത്. വൈകുന്നേരം ഓടിയ നേരം വെളുക്കണീന്റെ അടക്കം മരിക്കൂല. സഫീയത്തുൽ അസ്റാർ പോലെയുള്ള കിതാബിന്റെ 81 82 പേജിൽ ഇത് ചർച്ചയിരുന്നു. ചില പൂർവികരത്തിൽ കൃത്യമായി അനുഷ്ഠിച്ചിട്ട് അവസാന റസൂലിന്റെ സ്വപ്നം കണ്ടു എന്നാണ്. എനിക്കൊന്ന് നേരിട്ട് കാണാൻ പൂതിയില്ല. ഒന്ന് മരിക്കുങ്ങള്. ഈ ആത്മീയ ലോകം ഇസ്ലാമിനെ റെഡിമെയ്ഡ് മതമായിട്ട് കാണുന്നവർക്ക് ബോധ്യപ്പെടൂല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വപ്നത്തിൽ കാണാൻ നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ പോകണ്ട്. ഒന്ന് മരിച്ചു വരി. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ഒരു ലഘുജാസും മോദിയിട്ട് നിങ്ങളോട്ട് മരിക്കണമില്ല. നിങ്ങളൊന്നും വരി, നിങ്ങളെ കാണാൻ മോഹണ്ടെന്ന് ആ റസൂലുള്ളാഹി തന്നെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു മഹാനുഭാവന്മാർ പലരും. അന്നത് ചെല്ലാതെ മരിച്ചു പോണ കഥകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വലിയ പൂർവികരാകുന്ന സ്വാത്വികരാകുന്ന മഹാപണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് സഫീയത്തുൽ അസ്റാർ. അപ്പൊ അത് അങ്ങനത്തെ കിതാബ് എന്നൊക്കെ പറയും. അത് ഇമാം ബുഖാരിയുടെ ശരീരം സഹീഹല്ലല്ലോ എന്ന് പറയും. ഇമാം മുസ്ലിം തങ്ങളുടെ സഹീഹല്ലല്ലോ എന്ന് പറയും. അല്ല, എന്നാലും ഈ സമൂഹത്തെ പഠിപ്പിക്കാനാണ് ഇവർ രേഖപ്പെടുത്തിയത്. അവർക്ക് ആർക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നമ്മൾ കൈമടക്കണമെന്നോ നമുക്ക് എന്തെങ്കിലും ഒരു ഈ കിതാബിന്റെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് താനൂര് ആ വലിയ ആ പണ്ട് മുതലേ ഉള്ള ലൈബ്രറിയിൽ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ 5 വിഷയങ്ങൾ എന്ന് പറഞ്ഞ പോലെ 5 എൽമുകളാണ് ചർച്ച ചെയ്യുന്നത്. ഫിഖ്, മന്ദിത്ത്, സാഹിത്യം, ചരിത്രം, ഇങ്ങനെ തുടങ്ങിയ 5 വിഷയങ്ങൾ. ഒരു ഫിഖിലെ 5 നിസ്കാരം പോലത്തെ വിഷയങ്ങളല്ല. ഒന്ന് ഫിഖ്, ഒന്ന് താരീഖ്, ഒന്ന് അഖീദ, ഒന്ന് ലോജിക്ക്, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കിതാബ്. അപ്പൊ അതിന്റെ കുറെ ഭാഗം ഫിഖ്, കുറെ ഭാഗം ലോജിക്ക് എന്ന് അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. ആ കിതാബ് ഇങ്ങനെ വായിച്ചാൽ ഫിഖായിരിക്കും. അതിങ്ങനെ 4 കോളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഒരു കോളം ഇങ്ങനെ വായിച്ചാൽ ലോജിക്കായിരിക്കും, ഒരു കോളം ഇങ്ങനെ വായിച്ചാൽ താരീഖായിരിക്കും, ഒരു കോളം ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് അഖീദയായിരിക്കും. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ആ കിതാബ് ഈ 4 കോളം കൂട്ടി ഇങ്ങനെ വായിച്ചാൽ ഫിഖായിരിക്കും. ഈ കിതാബുകൾ നമ്മൾ ഖുർആൻ പോലെ ഇങ്ങനെ ഓതിയാൽ ഫിഖായിരിക്കും. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെ പോരുക. നേരെ മറ്റേ ഇടക്കിടക്ക് ഓരോ സ്കെയിൽ വെച്ച വരണ്ട്. ആ വരയിൽ നിന്ന് വര മാത്രം പരിഗണിച്ച് അടിക്കടി ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് ഫിഖായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത താരീഖാണ്. അടുത്ത കോളം ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് അഖീദക്കാരിയാണ്. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഫിഖായി മാറുന്നു. എന്തൊരു സാഹിത്യ വൈഭവം! ഇതാരാ എഴുതിയതെന്ന് മൂപ്പരയിലെ ഒടുക്കത്തിലോ എഴുതിയിട്ടില്ല. ഇതാണ് വിനയം. ഇത്രമേൽ ഗംഭീരമായ ഒരു സാഹിത്യ സൃഷ്ടി നടത്തിയിട്ട് ഇതാരാണ് എഴുതിയത് എന്ന് മൂപ്പരയിലെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനത്തെ മഹാന്മാരെ കുറിച്ചാണ് നമ്മൾ ഇതുപോലെ കച്ചവടമേലാണെന്ന് ആവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആരോപിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിനയവും ഈ ഒരു ഇസ്ലാമിന്റെ ആത്മിക ഭാവവും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ അഖീദയിലേക്ക് മതത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഞാൻ സൂചിപ്പിക്കുന്നത്
ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വലിയ ആലിമീങ്ങൾക്കൊന്നും അവരുടെ ഈ ഗ്രന്ഥം ഇങ്ങനെ ഇതൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അവരുടെ പുസ്തക കച്ചവടം പോലെയുള്ള ഒരു ലക്ഷ്യവുമില്ല. പേര് പോലും അവർ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഖദീജത്തുൽ അസ്റാർ പോലെയുള്ള കിതാബിന്റെ 82 പേജിലൊക്കെ ഇത് പറയുമ്പോൾ നമുക്കത് ചില പാഠങ്ങളുണ്ട്. എന്തായാലും ലഹദിജാക്കും പുറത്തൊന്നും ഓരോരോ രാവിലെയും വൈകുന്നേരം നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ആ വിരുദ്ധത്തിനൊക്കെ ചെല്ലണം. അതിൽ രാവിലെ ചെല്ലേണ്ട സംഗതികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, കൂട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ പറയണതിനാണ് ആ അക്ഷറിന്റെ അവസാനത്തെ 2-3 ആയത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ആ ആയത്തിൽ തന്നെ അസ്മാനുസിന്റെ 1-2 വരി, പിന്നെ 2-3 വരിയും കൂടി പഠിച്ചാൽ അസ്മാനുസ് നമുക്കുണ്ടാവും. നമ്മൾ 6 കൊല്ലമല്ലേ പറാകൊല്ലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇനിയും നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഇടക്കൊക്കെ നമ്മൾ ആ ഒരു കാര്യങ്ങളിലേക്ക് ബോധവാന്മാരാവണം. ഖാഫ് ഈ അക്ഷരത്തെ കുറിച്ച് ഇനിയും നമുക്ക് കുറെ പറയണം. മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റിവെക്കാം. ഖുർആനിൽ മജീദ്, മഹത്വമേറിയ വിശുദ്ധ വേദമാണ് സത്യം. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ വന്നപ്പോൾ ശത്രുക്കൾക്ക് വല്ലാത്തൊരു കൗതുകം. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ വന്നപ്പോൾ ശത്രുക്കൾക്ക് വല്ലാത്തൊരു അത്ഭുതം. ശത്രുക്കളൊക്കെ പറഞ്ഞു, ഇതൊരു വല്ലാത്ത അത്ഭുതകരമായ സംഗതി തന്നെ. നമ്മൾ മരണപ്പെട്ടു, എന്നിട്ട് മണ്ണിനോട് ലയിച്ചു ചേർന്നു. എന്നിട്ടും നമ്മൾ പുനഃസൃഷ്ടിക്കുമെന്നാണോ ഈ മുഹമ്മദ് നബി പറയുന്നത്? അതൊരു വല്ലാത്ത മടക്കം തന്നെയായിരിക്കും. അതൊരു കൗതുകകരമായ മടക്കം തന്നെയായിരിക്കും. ഒരിക്കലും സംഭവിക്കാത്ത, ഇദ്ദേഹം പറയുന്ന സംഗതി ഒരിക്കലും സംഭവിക്കാത്ത വളരെ വിദൂരതയുള്ള വഴിയിലായ സംഗതി തന്നെയായിരിക്കും. അത് അബ്ദിമാനുള്ളവർ ഭൂമി ആരെയാണോ ചുറ്റിക്കളയുന്നതെന്ന് എനിക്കറിയാം. അവരിൽ നിന്ന് ഭൂമിയിൽ ലയിച്ചു പോവാത്ത കുറെ ആളുകളുണ്ട്, അതെനിക്കറിയാം. ആരൊക്കെയാണ് മണ്ണ് തിന്നുപോവുക അതെനിക്കറിയാം. വഴുതന കിതാബും ഹഫീബ്, ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതികളും രേഖപ്പെടുത്തിയ ഒരു ശക്തമായ യാതൊരുവിധ മാറ്റവും വരാത്തൊരു കിതാബ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതിനുണ്ട് ആരൊക്കെ മണ്ണടിച്ചു പോകും, ആരൊക്കെ മരിച്ച 100 കഴിഞ്ഞാൽ മണ്ണടിയാതെ പോകും, ഒക്കെ അതിലുണ്ട്. സ്വലാത്ത് ചൊല്ലി മണ്ണടിയാതെ പോയവരുണ്ട്. ഖൈറാത്തിന്റെ മുസന്നിഫ് സുലൈമാനുൽ ജസൂരി മരണപ്പെട്ട് 200 വർഷം കഴിഞ്ഞ് അവിടുത്തെ മയ്യത്ത് മാറ്റിവെക്കേണ്ട ഒരവസരം വന്നപ്പോൾ ശരീരത്തിന്റെ ചോരത്തുടിപ്പുകൾ പോലും മാറിയിട്ടില്ല. ആ പണിക്കാരുടെ ചില ആളുകൾ കവിളിങ്ങനെ നെറ്റി നോക്കി. അപ്പൊ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങാണ്. ജീവിച്ചിരിക്കുന്ന ആളുടെ കവിള് നിൽക്കുന്നത് പോലെ. ആരൊക്കെയാണ് മണ്ണിൽ ലയിച്ചു പോവുക എന്ന് നമുക്കറിയാം. ആരെയാണ് മണ്ണിൽ ലയിക്കാതിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരിക്കലും അത്ഭുതമല്ല. ഈ പുനഃസൃഷ്ടി എന്ന് പറയുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതമാണ്. ഇതിനുള്ള തെളിവുകളാണ് ഇനി എല്ലാവർക്കും പറയുന്നത്. പക്ഷെ ഖുർആനിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ, അതനുസരിച്ച് ലോകത്ത് വിജയം നേടാൻ കുറച്ചളവെന്നും അനുഗ്രഹിക്കും. നമ്മുടെ ക്ലാസ്സിലെ സുഹൃത്തിന്റെ അടിയൻ ഗൾഫിൽ വളരെയേറെ പ്രയാസത്തിൽ ഫ്രണ്ടിലേക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധാരണത്തിലുള്ള അദ്ദേഹത്തിന് വേണ്ടി പുറകിലേക്ക് മാറ്റാൻ അല്ലാഹു അദ്ദേഹത്തിന് സമ്പൂർണ്ണമായി ശിഫാന്ന് നമ്മുടെ വേദിയിൽ പറഞ്ഞ മഹാന്മാരുടെ ഹത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ച് നമ്മളിവിടെ എത്തിയതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് നമ്മിൽ നിന്ന് ആർക്കൊക്കെ ആരുടെയൊക്കെ രോഗങ്ങളുണ്ട് എല്ലാം അല്ലാഹു ശിഫയാക്കുമാണ്. നമ്മുടെ ക്ലാസ്സിലെ സുഹൃത്തിന്റെ വാർത്ത രോഗത്തിനാണ് അദ്ദേഹം അതിനുവേണ്ടി ഗൾഫിന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് മുമ്പാണ് അദ്ദേഹം വീട്ടിൽ മരണമുണ്ടായത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആരോഗ്യപരമായി ചില പ്രയാസത്തിലാണ്. കുറച്ചറപ്പെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ആരോഗ്യപരമായി പ്രയാസത്തിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഇനി അവരെ സമ്പൂർണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുന്നത്. നമ്മിൽ നിന്ന് ബന്ധപ്പെട്ട ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ
പഠിച്ചതൊക്കെ നീ എല്ലാവർക്കും വളരെ പെട്ടെന്ന് സമാധാനം നൽകണേ തമ്പുരാനെ, ശമനം നൽകണേ തമ്പുരാനെ. നമ്മുടെ ക്ലാസ്സിലെ ഒരു സുഹൃത്തിന്റെ മരിച്ചാണ്ട് നാളെയാണ്. അദ്ദേഹത്തിന് മൗപ്പുറത്തും മറഹമത്തും നൽകണേ തമ്പുരാനെ, നന്മകൾ കബൂലാക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു അപാകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചറപ്പേനെ മകള് പറഞ്ഞുകൊണ്ട് എനിക്ക് വിട്ടുകൊടുക്കും. അപ്പാക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ വലിയമ്മമാർ, വല്യമ്മമാർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, ശരിയായ പാണ്ഡിത്യങ്ങളാവുന്ന കാരണം മുതൽ ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, പഠിച്ചവനെ ഇപ്പോഴും എല്ലാ പ്രതിസന്ധിയും താങ്ങും സമരമാകുന്നവർ, പഠിച്ചവനെ പലരും മരിച്ചിട്ടുണ്ട്, പലരുടെയും ബന്ധുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വാർത്തകൾക്കും ഈ ക്ലാസ്സിലേക്ക് സജീവമായി എത്തുന്നവർ ഞങ്ങളെ പ്രാർത്ഥന ഉദ്ദേശിച്ചിട്ടാണ്. ബാഹുവെ, ഞങ്ങളൊക്കെ മോശക്കാരാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് നിന്റെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഈ വേദിയിൽ പരാമർശിച്ച വലിയ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഞങ്ങളുടെയും അവരുടെയും നന്മകൾ ഞങ്ങളെയും അവരെയും നീ സ്വീകരിക്കണേ. ഞങ്ങളുടെ തിന്മകൾ നീ വിട്ടുകൊടുത്ത് മാപ്പാക്കണം. വേണ്ട വിധം മാറ്റിടാൻ നീ വിചാരിച്ചാൽ ഞങ്ങൾ ശൂന്യരായി എല്ലാ കേടുപാടുകളും പരിഹരിച്ച് ഞങ്ങളുടെ ആളുകൾ സമ്പൂർണ്ണമായി ഞങ്ങളുടെ ക്ലാസ്സിൽ സജീവമായി ഒരു നമ്മുടെ ഒരു സഹോദരനായ കാര്യവേദനയായിട്ട് നടക്കാൻ വയ്യാതെ പഠിച്ച റബ്ബേ, നീ ശമനം നൽകണേ റഹ്മാനെ. നീ ബുദ്ധിമുട്ടിക്കരുത് റഹ്മാനെ. വളരെ പെട്ടെന്ന് അടുത്ത ക്ലാസ്സിൽ തന്നെ ഞങ്ങളോടൊപ്പം ചേരാൻ അദ്ദേഹത്തിന് സമാധാനം. ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും പല പ്രയാസത്തിലാണ്. കൈവേദന കൊണ്ട് കുഴിച്ചിൽ നടത്തുന്നവരുണ്ട്, നടത്തി കഴിഞ്ഞവരുണ്ട്. പഠിച്ചവന് എല്ലാവർക്കും നീ ശമനം നൽകണേ. നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കൾക്ക് നീ സമാധാനം നൽകണേ. ജോലിയിൽ പറക്കത്ത് നൽകണേ. നല്ല ശമ്പളം നൽകണം. ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ മൗത്തർക്കും മറഹമത്തും മരണപ്പെട്ടവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഈമാൻ വർദ്ധിക്കണം. آمين.